താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ബാബുരാജും മത്സരിക്കില്ല. ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാശിയിലായിരുന്നു ബാബുരാജ്. ഇതിനിടെ ബാബുരാജിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഈ സാഹചര്യത്തിൽ അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിലെ വികാരവും മത്സരത്തിന് എതിരായി. തനിക്ക് ജയിക്കാൻ വേണ്ടി ബാബുരാജ് ഉണ്ടാക്കിയതായിരുന്നു ഈ ഗ്രൂപ്പ്. ഇതോടെ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടി. ചിലപ്പോൾ ജനറൽ സെക്രട്ടറി പദത്തിൽ മത്സരം ഉണ്ടാകാനും സാധ്യത കുറവാണ്. ഇക്കാര്യം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തെളിയും. പ്രസിഡന്റായി ദേവൻ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പദത്തിൽ മത്സരം ഉറപ്പാണ്. ജഗദീഷും അരുൺ ചന്ദ്രനും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരത്തിനുള്ള പത്രിക പിൻവലിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും ശ്വേതയെയും കുക്കു പരമേശ്വരനെയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. അതിനിടെ അമ്മ ഓഫീസിലെ കാർ പാർക്ക് ഷെഡിലെ മദ്യപാന സദസ്സിൽ മറുനാടൻ നൽകിയ വാർത്തയിൽ നടുങ്ങിയിരിക്കുകയാണ് പലരും. മതിൽ കെട്ടി രഹസ്യമാക്കിയിട്ടും ഇതെങ്ങനെ പുറത്തെത്തി എന്ന ചോദ്യം അമ്മയിലെ ചില പ്രമുഖർ പരസ്പരം ചോദിക്കുന്നുണ്ട്. ഇനി ആ അനൌദ്യോഗിക ബാർ പ്രവർത്തിക്കില്ല. അമ്മയിലെ ബഹുഭൂരിഭാഗവും എതിർക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ബാബുരാജ് പിന്മാറുന്നത്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിക്കാൻ ഇല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ബാബുരാജ് നൽകുന്നത്. താരസംഘടന അമ്മയുടെ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ആരൊക്കെയെന്ന് വ്യാഴാഴ്ച അറിയാം. പകൽ 3 വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. 4ഓടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. സമർപ്പിച്ച 74 പത്രികകളിൽ 10 സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. 17 സ്ഥാനങ്ങളിലേക്ക് 25ഓളം പേരാണ് പത്രിക നൽകിയത്. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. സമവായത്തിലൂടെ ശ്വേതാ മേനോനെ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കാൻ ചർച്ചകൾ നടന്നിരുന്നു. മത്സരരംഗത്തുള്ള മറ്റ് 5 പേരിൽ 4 പേരും പിന്മാറാൻ സാധ്യത തെളിഞ്ഞെങ്കിലും ദേവൻ പിന്മാറില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെ മത്സരം ഉറപ്പായി. മറ്റ് സ്ഥാനങ്ങളിലേക്കും മത്സര സാധ്യതയേറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരുടെ പത്രികയുണ്ട്. 2 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 9 പത്രികയും. ജോയിന്റ് സെക്രട്ടറി 13, ട്രഷറർ 9, 11-അംഗ എക്സിക്യൂട്ടീവിലെ 4 വനിതാ സംവരണം സീറ്റുകളിലേക്ക് 8, ബാക്കി 7 സ്ഥാനത്തേക്ക് 14 പേർ എന്നിങ്ങനെയാണ് മറ്റു പത്രികകൾ. ഭാരവാഹിത്വത്തിൽ നിന്ന് മോഹൻലാൽ പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. മമ്മൂട്ടി പതിവ് പോലെ ഇക്കുറിയും രംഗത്തില്ല. ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 94 മുതൽ 31 വർഷത്തിനിടെ 97-ൽ മാത്രമാണ് മോഹൻലാൽ വിട്ടുനിന്നിട്ടുള്ളത്. മറ്റ് ഭരണസമിതികളിലെല്ലാം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ സ്ഥാനങ്ങൾ വഹിച്ചു. 2018 മുതൽ പ്രസിഡന്റാണ്. 2027 വരെ ഭരണകാലാവധി ഉണ്ടായിരുന്ന സമിതി ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചതോടെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അതിനിടെ താരസംഘടന അമ്മയുടെ അമരത്ത് വനിതകൾ വരണമെന്നാണ് ആഗ്രഹമെന്ന് നടൻ സലീം കുമാർ പ്രതികരിച്ചു. സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വനിതകൾ നേതൃസ്ഥാനത്ത് വന്നാൽ മറ്റു സംഘടനകൾക്ക് മാതൃകയായിരിക്കും. ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെപ്പറ്റി പ്രതികരിക്കാനില്ലെന്നും സലീം കുമാർ പറഞ്ഞു.